നമസ്കാരം. പേരെന്തായിരുന്നു? അമ്മച്ചി ഇപ്പോ ബി.ജെ.പിയുടെ ഒരു പരിപാടിയിൽ മുനമ്പത്തെ ഒരു അമ്മ എന്നുള്ള നിലയിൽ ആദ്യമായിട്ടല്ലേ പങ്കെടുക്കുന്നത്? എന്താണ് വിശേഷം? ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇവിടെ ഈ വക്കപ്പെടുന്ന ബുദ്ധിമുട്ട് ഞങ്ങളുടെ ഭൂമിക്ക് ഉണ്ടായപ്പോൾ ഈ രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും ഞങ്ങളെ കൈവെടിഞ്ഞപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ വിളിക്കാതെ വന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി. അത് ഇന്നുവരെയും ഞങ്ങളോട് കൂടെ ഉണ്ട്. പിന്നെ വിദ്വേഷമുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. അതിലൊന്നും ഞങ്ങൾ വഴിപ്പെടാതെ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ബി.ജെ.പിയുടെ ഒപ്പം തന്നെ നിൽക്കും എന്നുള്ളത് പറയുന്നു. ഇപ്പോൾ അമ്മച്ചി ഇതിനു മുന്നേ പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഏതാണ്? മാർക്സിസ്റ്റ് പാർട്ടിയാണ്. CPM-ലായിരുന്നു. സജീവ പ്രവർത്തകയായിരുന്നു. സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങോട്ട് ചെറുപ്പം മുതലേ എൻ്റെ ആഗ്രഹത്തിലായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. കുഞ്ഞുനാളിലെ തുടങ്ങി വീട്ടിലെല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നപ്പോഴും ഞാൻ മാർക്സിസം എന്നുള്ള ആ അടിയുറച്ച വിശ്വാസത്തിൽ നിന്നിരുന്ന ഒരാളാണ്. ഇപ്പം ഈ പ്രശ്നം ഉണ്ടാകുന്നത് വരെയും അതിൽ നിന്നിരുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ബി.ജെ.പിയിൽ അംഗത്വം എടുത്ത് മുന്നോട്ട് വന്നത്. അടുത്ത സമയത്താണ്. ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണ് ഇപ്പോൾ മുനമ്പത്ത് ബി.ജെ.പിയിൽ അംഗത്വം എടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്താണ് അവരുടെ ഒരു മൊത്തത്തിലുള്ള അഭിപ്രായം? എന്താണ് ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച്? ബി.ജെ.പി എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് മുമ്പ് ക്രൈസ്തവർക്ക് അത് മതവിരോധമാണ്, അത് ക്രിസ്ത്യാനികൾക്ക് ചേർന്നതല്ല എന്നുള്ള ഒരു വിശ്വാസമാണ് കാരണന്മാർക്കുണ്ടായിരുന്നു. എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു. എല്ലാവരും കോൺഗ്രസ്സുകാരാണ്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഇപ്പം അതെല്ലാം മാറി. അത് തെറ്റായ ഒരു ചിന്തയാണെന്ന് മനസ്സിലാക്കി വിദ്യാഭ്യാസമായി പ്രവർത്തനങ്ങൾ മൂലവും എല്ലാ കാരണങ്ങളും കൊണ്ടും അത് തെറ്റായ ചിന്തയായിരുന്നെന്ന് മനസ്സിലാക്കി കുറച്ച് വിവേകവും ബുദ്ധിയൊക്കെ ഇന്നുള്ള ജനത്തിനുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു രീതിയാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ ഈ ബി.ജെ.പിയുടെ കൺവെൻഷൻ ആദ്യമായിട്ടാണ് പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് തോന്നുന്നത്? എന്താണ് ബി.ജെ.പി എന്നുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കും. ഏത് പ്രശ്നത്തിൽ അവരുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം ആ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് വകുപ്പ് ബില്ല് പാസ്സാക്കി തന്നു. ചട്ടങ്ങൾ ഉടനെ ഉണ്ടാകും. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് ഉടനെ ഉണ്ടാകും. മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ച് ഭിന്നത ഉണ്ടാക്കുകയാണെങ്കിലും ചട്ടങ്ങൾ ഉടനെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട്. ചട്ടങ്ങളും കൂടി നടപ്പായി കഴിഞ്ഞാൽ ഈ എല്ലാ ഗതിയും മാറും ജനത്തിൻ്റെ. പിന്നെ അതുകൂടാതെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു വരുത്തുന്നുണ്ട് ചട്ടങ്ങൾ പാസ്സാക്കില്ല എന്നുള്ളത്. കേരള മുഖ്യമന്ത്രിയാണ്. കേരളമായതുകൊണ്ട് അത് നടപ്പാക്കേണ്ടത്. അദ്ദേഹം ചട്ടങ്ങൾ വരുമ്പോൾ അദ്ദേഹം നടപ്പാക്കണം. ഡൽഹിയിൽ കേസുണ്ട്, അത് സുപ്രീം കോടതിയിൽ. അവർ ചട്ടങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ തീർന്നില്ലേ? ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ മോദിയെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? എന്താണ് മോദിയെ പറ്റി നല്ല അഭിപ്രായമാണ്. ഇത്രയും നാളുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് വഖഫ് ഭേദഗതി ബില്ല് വന്നതല്ലേ? ഭേദഗതി ബില്ല് വന്നത് ഞങ്ങൾക്ക് വേണ്ടി, മുനമ്പത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇത്ര വേഗം ഇത് പാസ്സാക്കിയതെന്നുള്ള വിശ്വാസം. അപ്പോൾ വലിയ താല്പര്യമാണ്. വലിയ താല്പര്യമാണ്. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? ഓക്കെ ചേച്ചി, ഇപ്പോൾ മുനമ്പത്തെ ഒരു പുതിയ ബി.ജെ.പി പ്രവർത്തകയായിട്ട് ചേച്ചി മാറിയിരിക്കുകയാണ് അല്ലേ? അതെ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മൗലികാവകാശങ്ങൾ തിരിച്ചു കിട്ടണമല്ലോ. തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കണവർ തന്നെ ആയിരിക്കണമല്ലോ. ഒപ്പം നിൽക്കണവരുടെ കൂടെ തന്നെ ആയിരിക്കണം നമ്മളും. ബി.ജെ.പി ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ ബി.ജെ.പിയിൽ അംഗത്വമെടുത്ത് വന്നതാണ്. അതെ. ഇപ്പോൾ ബി.ജെ.പിയുടെ ആദ്യത്തെ കൺവെൻഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിപ്രായം? ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇവിടെ ബി.ജെ.പിയുടെ 1-ാം വാർഡും പള്ളിപ്പറമ്പ് പഞ്ചായത്തിൽ തന്നെ ബി.ജെ.പിയുടെ ആൾക്കാരുണ്ടായിരുന്നില്ല എന്ന് പറയാം. ഒരു വാർഡിലാണ് ഇപ്പോൾ ബി.ജെ.പി മെമ്പറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചേക്കണത്. അല്ലാതെ 1-ാം വാർഡിൽ ഒട്ടും തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ നിൽക്കാറുണ്ടായിരുന്നില്ല, ഇലക്ഷനിൽ നിൽക്കാറുണ്ടായിരുന്നില്ല. ഈ സാന്നിധ്യം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവരോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ഇത്രയും ജനങ്ങൾ തന്നെ, സ്ത്രീകളടക്കമുള്ള. അതായത് ഞാൻ പറയണ വഖഫിൻ്റെ ഫറൂഖ് കോളേജിനുമായിട്ടുള്ള സമരത്തിലൊക്കെ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ആളാണ് ലിസി ആൻ്റണി എന്ന് പറഞ്ഞത്. നമ്മളുടെ ഈ സമരത്തിനായിട്ടുണ്ടെങ്കിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി, അതായത് ഈശാമത്താത്തിന്ന് ഞങ്ങൾ വിളിക്കണ, ഞങ്ങളെപ്പോഴും ബഹുമാനിക്കണ ആ വ്യക്തി LDFൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ഭയങ്കരമായൊരു പ്രവർത്തകയായിരുന്നു. ഞങ്ങളോട് ആ ചേച്ചി പറഞ്ഞേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമപ്പിന് വേണ്ടി ഞാൻ ഇഷ്ടികപ്പൊടി വരെയും കലക്കി
എൻ്റെ കൈകളിൽ എന്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ വ്യക്തി പോലും ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ജനങ്ങളിൽ ഇപ്പം മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനമ്പം അടങ്ങുന്ന പള്ളിപ്പുറം പഞ്ചായത്ത് അത് BJPയുടെ സാധ്യതകൾ എങ്ങനെയായിരിക്കും? BJP ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ആരാണോ തിരിച്ചു തന്നത് അതിനോടൊപ്പമായിരിക്കും മുൻപ് ജനത തുടക്കം മുതൽ ഈ സമരത്തിന്റെ തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞേക്കണ കാര്യമാണ്. അപ്പോൾ ഒരു പരിധി വരെ ഇപ്പോ അത് വിശ്വാസത്തിലെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടല്ലോ? സാധിച്ചിട്ടുണ്ട്. കാരണം വഖഫ് ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനി അതിൻ്റെതായ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനാരാണ് ഞങ്ങളിപ്പോൾ BJP ആയിരിക്കും മിക്കവാറും പിന്തുണയ്ക്കാനാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം അതിലേക്ക് തന്നെയായിരിക്കും ഇവിടുത്തെ ജനങ്ങൾ മൊത്തം പോകുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, കോൺഗ്രസ് CPM നേതാക്കന്മാരെല്ലാം, ഇവര് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഏത് രീതിയിലാണ് നിങ്ങളെ കാണുന്നത്? ഇപ്പം ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സമരയിലെ നിരാഹാര സമരം തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഇപ്പോഴാണ് ഇത് 1-ാം വാർഡ് ആക്കാൻ പോണത് അടുത്ത ഇലക്ഷന് വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ 23-ാം വാർഡ് മെമ്പറാ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ്, ഒരമ്മയാണ്. അവർക്ക് ഈ സമരത്തിലേക്ക് അവർക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷെ അവർക്കൊന്ന് വന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പുറമേ നിന്ന് പറയണേലും നല്ലത് ഈ സമരപ്പന്തലിൽ കടന്നു വന്നുകൊണ്ട് അവർക്ക് പറയാമായിരുന്നു, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം, അതെനിക്ക് സാധിക്കില്ല, എങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് പറയുന്നതായിരിക്കണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ. അങ്ങനെ ആയിരിക്കണം. അയാൾ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നിരിക്കാം, പക്ഷെ അത് ആ സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ മാത്രമായിരുന്നു ആ രാഷ്ട്രീയം അവരുടെ ഉള്ളിലുണ്ടാകേണ്ടത്. അവർ ഒരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ ആ പ്രദേശത്തിന്റെ തന്നെ മാന്യ വ്യക്തികളാണ്, അവരോട് നമുക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പം ആ ബഹുമാനമൊന്നും ഞങ്ങൾക്കില്ല. കാരണം ഈ സമരത്തിന് തന്നെ അവർ ഒരു മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. കോൺവെന്റ് ബീച്ച് പാലം, വഞ്ചിത പാലം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിന്റെ ശോചനീയാവസ്ഥ തന്നെ അതിലേക്കും ഈ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. അതിന്റെ റോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നടക്കാൻ ഒരു 2 വീലർ പോകാനേ പറ്റൂല, അത്രയ്ക്ക് ശോചനീയാവസ്ഥയാണ്. ആ റോഡ് പോലും ശരിയാക്കാനായിട്ട് പാലത്തിന്റെ പണി കഴിഞ്ഞാൽ പറ്റുള്ളൂ എന്നാണ് പറയണത്. അപ്പോഴും നമ്മളുടെ പഞ്ചായത്ത് നമ്മളോട് സഹകരിക്കുന്നില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള പഞ്ചായത്ത് വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉണ്ട്? ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണ്ട അവര്. ഇപ്പൊ ഏകദേശം ഒരു 90% മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾ വഖഫ് ബില്ല് പാസ്സാക്കിയതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾ മാത്രമല്ല രാജ്യത്തെ വഖഫിനെ ഭയക്കുന്ന ജനങ്ങളുടെ പ്രതിസന്ധി മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ ചട്ടങ്ങൾ കൂടി നിലവിൽ വന്നു കഴിഞ്ഞാൽ മുനമ്പം ജനത ഫ്രീ ആയി ഈ ഒരു വിഷയത്തിൽ നിന്ന്. അതിലിപ്പോൾ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ അവസാനം കോടതി വിധി കൂടിയാണ്. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരാനാണ് സാധ്യത. കാരണം ഒരു കോടതിയും സാധാരണ ജനങ്ങളെ ഒരു ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിധിയും പുറപ്പെടുവിക്കില്ല, അതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം CPM-ഉം കോൺഗ്രസും വഖഫ് ബോർഡിന്റെ വിഷയം പറഞ്ഞിട്ട് ആദ്യം മുതലേ പറയുന്ന പോലെ BJP നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രചാരണം നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനെ നിങ്ങൾക്ക് ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും? നമ്മൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് വഞ്ചിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളോടൊപ്പം നിൽക്കുന്നവർ നമ്മളെ വഞ്ചിച്ചെന്ന് പറയണത് നമ്മളോട് തന്നെ ചെയ്യുന്ന വിശ്വാസവഞ്ചനയായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ കോൺഗ്രസും LDF-ഉം ഈ പ്രചരിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ ആരെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഭൂമി പോയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമാണ് വലുത് എന്ന് വിചാരിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ അതുണ്ടാകായിരിക്കാം. പക്ഷേ ബോധം ഇപ്പോൾ ഈ മുനമ്പം ജനത ഒരുപാട് ബോധം വെച്ച ജനങ്ങളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടൊപ്പം ആരുണ്ടോ അവരോടൊപ്പം തന്നെ നമ്മളും ഉണ്ടാകും എന്നുള്ളൊരു മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ് സ്ത്രീയായ ഞാനടക്കമുള്ള എല്ലാവരും പറയുന്നത്. വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ചേച്ചിയുടെ കുടുംബം അടക്കം ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്? ഇല്ല, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വ്യക്തികളെ നോക്കി മാത്രം ഞാൻ ഇത്രയും നാളായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നൊരു പശ്ചാത്തലത്തിൽ വന്നതുമല്ല. അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിനോടും എനിക്ക് മമത ഉണ്ടായിരുന്നില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ചില വ്യക്തികൾ അറിയാൻ പറ്റും, നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ എൻ്റെ വീട് ഇവിടെ അല്ലെങ്കിൽ 19 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. അപ്പം അങ്ങനെ വ്യക്തികളെ നോക്കി മാത്രം ഞാൻ വോട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. എങ്കിലും ഞാൻ പറയുന്നു, നമ്മുടെ MP ഹൈബീഡൻ ഇവിടെ വന്ന് നമ്മുടെ വഖഫിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ എൻ്റെയും കൂടി ഒരു വോട്ട് കൊണ്ടാണ് ആ MP ജയിച്ചത്. എന്റെയും കൂടി ഒരു വോട്ട് ഉണ്ടായിരുന്നു അദ്ദേഹം ജയിക്കാൻ വേണ്ടി തന്നെ. കാരണം അദ്ദേഹത്തിൽ ഞാൻ അത്രയും വിശ്വാസം അർപ്പിച്ചിരുന്നു. പക്ഷെ എന്നിട്ട് അദ്ദേഹം ഈ വഖഫ് ബില്ല് പാർലമെന്റിൽ BJP പാസ്സാക്കുന്ന സമയത്ത് അതിനെതിരെയായിട്ട് വലിയ ഘോരഘോരം സംസാരിക്കുന്ന ഒരു MP ആയിട്ടാണ് അദ്ദേഹം നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് വഖഫ് ബോർഡിനൊപ്പം തന്നെയാണ്. ഇനി എന്തെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം ഈ മുനമ്പത്തേക്ക് വരുന്ന സമയത്ത് മുനമ്പം ജനത അദ്ദേഹത്തോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക?
തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ഒരു അനുകൂലമായ ഒരു ഇതായിരിക്കുമല്ലോ ഉണ്ടാവണത്. കാരണം ഞങ്ങൾ വിശ്വസിച്ച വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം. വിശ്വാസവഞ്ചന ചെയ്തു, വിശ്വാസവഞ്ചന ചെയ്തു എന്ന് പറയല്ല, ഞങ്ങളെ ചതിച്ചു എന്ന് തന്നെ പറയാം. ഹൈബീഡൻ. അപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഈ മുനമ്പത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഏറ്റവും ഭൂരിപക്ഷം ക്രൈസ്തവരാണ്. ഇപ്പോൾ BJPയിലേക്ക് എത്തിയിരിക്കുന്ന ഇന്ന് വന്നിരിക്കുന്ന 60ഓളം കുടുംബങ്ങളടക്കം ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് കൂടുതലും. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പോകുന്നൊരു സംഭവം തന്നെയായിരിക്കില്ലേ? അത് എനിക്ക് തോന്നുന്നു വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ തന്നെ കേരളത്തിലൊരു ചലനം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ മുനമ്പം ജനത അടക്കമുള്ള എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം ആദ്യമേ തുടങ്ങി ഞങ്ങളുടെ സമരനായിക പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് മുനമ്പം ജയിച്ചാൽ ഭാരതം ജയിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെയാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കും അതിനോട് വിശ്വാസം ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് അനുകൂലമായുള്ള സാധ്യത ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുന്നു.